ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കെയററായിട്ട് മാൾട്ടയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയായിട്ട് ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കുവാണ്, എന്ത് ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ട് പുറത്തോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, മുന്നോട്ടുള്ള ജീവിതം പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി വേണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാൾട്ടയിൽ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്താണ് കെയർ അസിസ്റ്റൻ്റ് ജോലി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശം ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ ഡിഗ്രിയോ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ മെയിനായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനെങ്കിലും വേണം. +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. എന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ കോഴ്സുകളുണ്ട്. അതായത് UG സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, PG ഡിപ്ലോമ കോഴ്സുണ്ട്, PG സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാലാവധി കുറവാണ്. അതായത് 7 മാസം 6 മാസം വാലിഡിറ്റി ഉള്ള കോഴ്സുകളാണ് ഈ UG സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. എന്നാൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് വെച്ചാൽ 12 മാസം, അതായത് 1 ഇയർ കാലാവധിയുള്ള കോഴ്സുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ടേം ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റിന് കുറച്ചുകൂടി വാല്യുബിൾ ആണ്. അപ്പോൾ ഈ ഒരു എന്താ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു ഡിപ്ലോമ കോഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാൾട്ട അല്ല വേറൊരു കൺട്രിയിൽ വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പരിഗണന കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഭാവിയെ മുൻകണ്ട് വേണം ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സുകളെല്ലാം ഇപ്പോൾ PG സർട്ടിഫിക്കറ്റ് ആണെങ്കിലും, PG ഡിപ്ലോമ കോഴ്സ് ആണെങ്കിലും, UG ഡിപ്ലോമ കോഴ്സ് ആണെങ്കിലും നമുക്ക് ഐഡിയ കോളേജ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെയാണ് പഠിച്ചത് കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ ബ്രിഡ്ജിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഐഡിയ കോളേജിൽ നിന്നാണ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ UGയും PGയും ഡിപ്ലോമ കോഴ്സുകൾ നിലവിലുണ്ട്. 1 ഇയർ കോഴ്സുകളാണ്. ഫീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും, അത് വേറൊരു കാര്യം. പക്ഷേ നമ്മളിപ്പോൾ മുടക്കുന്ന പൈസയ്ക്ക് നമുക്ക് നാളെ ഒരു കാലത്തെങ്കിലും അതിന് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് ഒരു വാല്യൂ ഉള്ളൂ. എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 12 മാസം നമ്മൾ കോഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ബ്രിഡ്ജിങ്ങിന് ഞാൻ കഴിഞ്ഞ പോലെ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കെയർ ഹോമുകളിലൊക്കെ അവർ പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പം നമുക്ക് ട്രെയിനേഴ്സ് കാണും. അവരുടെ കൂടെ നമുക്ക് നിന്നിട്ട് അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കുറച്ച് സൈറ്റുകൾ, ഏതൊക്കെ സൈറ്റിലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം എന്നുള്ളത് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവരൊന്ന് അതിൽ തന്നെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഈ 12 മാസത്തെ കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ സീനിയർ കെയർ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പും കൂടെയാണ് അതിനകത്തുള്ളത്. പിന്നെ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ മാൾട്ടയിലല്ലാതെ പുറം രാജ്യങ്ങളിൽ, അതായത് വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മളിവിടെ കോഴ്സ് കഴിഞ്ഞു ഇവിടെ തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എവിടെയാണോ വേക്കൻസി, ഇപ്പോൾ സീക്ക് പോലുള്ള ഒത്തിരി ഓൺലൈൻ സൈറ്റുകളുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഈ കെയറർ കോഴ്സിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നഴ്സസ്, ഡോക്ടേഴ്സ്, കെയറേഴ്സിനുള്ള നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു പ്രയോറിറ്റി യൂറോപ്യൻ കൺട്രീസിൽ കിട്ടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, വാർദ്ധക്യത്തിലെത്തുന്ന എല്ലാ ആൾക്കാരുടെയും അവരുടെ അവസാന കാലം എന്ന് പറയുന്നത്, അതായത് അവർക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ നോക്കി അവരെ പരിപാലിക്കാനോ പറ്റാത്തൊരു സമയം വരുമ്പോൾ എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് കെയർ ഹോമുകളാണ്. അതല്ല നമ്മുടെ നാട്ടിൽ കെയർ ഹോമിന് പറയുന്ന പോലെ, അതായത് വയസ്സായി കഴിഞ്ഞാൽ ആരെയും കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമല്ല ഈ കെയർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഗവൺമെൻറ് തന്നെ അവർക്കൊരു നല്ല രീതിയിലൊരു ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും നല്ല പരിചരണം കിട്ടുന്ന, അവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് അവർക്ക് കൃത്യസമയത്ത് അവരുടെ മുന്നിൽ എത്തിക്കുക. അവർ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കത് ഫീഡ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം, പിന്നെ അവരെ ഈ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിച്ച്, അവർക്ക് നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ അതിനുള്ള വാക്കർ സംവിധാനം, അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ കംപ്ലീറ്റ് പരിചരണം, അതായത് അവർ മരണം വരെ അവരെ ഏറ്റവും സുഭിക്ഷമായിട്ട് സുന്ദരമായിട്ട് അവരെ കെയർ ചെയ്യുന്ന സ്ഥലമാണ് കെയർ ഹോം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ കെയർ ഹോമുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ ഉള്ളത് പോലെ തന്നെ, അതായത് മുക്കിന് ഇപ്പം പ്രൈവറ്റും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉള്ളത് പോലെ തന്നെ മാൾട്ട അല്ല, എല്ലാ യൂറോപ്യൻ കൺട്രീസിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിനെക്കാട്ടി കൂടുതൽ കെയർ ഹോം ആയിരിക്കും. കാര്യം എല്ലാവരും വയസ്സാവുന്നുണ്ട്. വയസ്സായവർക്ക് അവർക്കൊരു കൃത്യമായിട്ട് പരിചരണം കിട്ടണം എന്ന് അവരുടെ ഗവൺമെൻറ് തീരുമാനിച്ച് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് കെയർ ഹോമുകൾ. അപ്പോൾ കെയർ ഹോമുകൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അവിടുത്തെ റെസിഡൻസ്, അവരെ റെസിഡൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ വയസ്സായ അസുഖം വന്നവരല്ല, അവിടെ താമസിക്കുന്ന താമസക്കാരാണ്. അതുകൊണ്ട് റെസിഡൻസ് എന്ന് പറയുന്നത്, ആ റെസിഡൻസിന് എത്രത്തോളം കെയർ കിട്ടണം എന്ന് വിചാരിച്ച് ഓരോ കെയർ ഹോമുകൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള
അത്രയും സ്റ്റാഫുകൾ ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേഴ്സിന്റെ എണ്ണം ചിലപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ 5 വരെ മാക്സിമം ഉണ്ടെങ്കിൽ പോലും കെയറേഴ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഒരിക്കലും കെയറർ കോഴ്സ് പഠിച്ചത് കൊണ്ട് ആരും അങ്ങനെ വെറുതെ നിന്ന് പോവേണ്ട അവസ്ഥ വരില്ല. യൂറോപ്യൻ കൺട്രീസിൽ നല്ലൊരു സ്കോപ്പുള്ള ഒരു ജോലി കൂടിയാണ് കെയറർ ജോലി. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ കോഴ്സുകൾ, അത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു കാലത്ത് ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ, ഈ രാജ്യമല്ല, നമുക്ക് വേറെ ഒരു കൺട്രി സെലക്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ധൈര്യമായിട്ട് നമുക്ക് കൊടുത്ത് നമുക്ക് മാറാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷൻ കൂടെ യൂറോപ്യൻ കൺട്രീസിനകത്ത് ഈ ഇതുപോലെ UG സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഇനി നല്ലൊരു ഏജൻസിയെ കണ്ട് കറക്റ്റ് സമയത്ത് അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷത്തിനകത്ത് തന്നെ നമുക്ക് എത്ര എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പ്ലേസ്മെന്റ് നമുക്ക് കിട്ടാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട്. ഇനി എന്താണ് ഈ കെയറർ ജോലി എന്നുള്ളതോട് പറഞ്ഞുതരാം. കെയറർ ജോലി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ രാവിലെ ഉറക്കമെണീറ്റ് ഒരാൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വയസ്സായ ഒരാളുണ്ടെന്ന് വെച്ചോ, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അത്തരത്തിൽ രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ അവർ തിരിച്ച് ഉറങ്ങുന്ന സമയം വരെയും, അതായത് അവരുടെ ഫുൾ ദിനചര്യ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരാൾ. അതിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ അവരെ എണീപ്പിച്ചിട്ട് അവരെ ബാത്ത് കൊടുക്കേണ്ടി വരും, അവരെ നാപ്പി ചേഞ്ച് ചെയ്യേണ്ടി വരും, അവരെ ഫുൾ കെയർ, കംപ്ലീറ്റ് കെയർ, അവരെ ഫുഡ് വാരി കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. അതിന് ശരിക്കും ഇപ്പം ഏറ്റവും കൂടുതലും കെയറർ ജോലി ചെയ്യുന്ന നേഴ്സസ് ആണ്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഈ നേഴ്സസ് എല്ലാം നേഴ്സിന്റെ ജോലി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അത്രയും നേഴ്സുമാരുടെ ക്ഷാമമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിലോട്ട്, യൂറോപ്യൻ കൺട്രീസിലോട്ട് നേഴ്സസിന്റെ ഒഴുക്ക് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ നേഴ്സസിന് ഒരു ക്ഷാമവും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലായിടവും ഷെഡ്യൂൾ ടൈറ്റ് ആണ്. നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് പോലും വളരെയധികം ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിലെന്താ, നമുക്കിപ്പോൾ ഒരു രാജ്യത്തോട് കെയർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്കൊരു ജോലി സാധ്യത കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ എല്ലാവരും എന്ത് ചെയ്യും, കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചിട്ട് പോരും. അപ്പോൾ ഒത്തിരി ആൾക്കാർ നേഴ്സസ് തന്നെ കെയറർ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കെയറേഴ്സിനെ എപ്പോഴും അവർ പ്രിഫർ ചെയ്ത നേഴ്സുമാരായിരിക്കും. നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒത്തിരി നേഴ്സസ് കെയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ പോലും നിലവിൽ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ജോലിയല്ല. ഫിസിക്കലി കുറച്ചുകൂടി എഫേർട്ട് കൂടുതലുള്ള ജോലിയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും, നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് റൊട്ടേഷനിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് കെയറർ ജോലി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് മെഷീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി, അതായത് ഇവരെ ഒന്നും നമ്മൾ നടുവൊടിച്ച് എടുത്തുകൊണ്ടൊന്നും പോകേണ്ട സംഭവങ്ങളല്ല. എല്ലാത്തിനും മെഷീൻ കാര്യങ്ങളുണ്ട്, ലിഫ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അവർ എല്ലാത്തിൻ്റെ ടൈം ടേബിളാണ്. എത്ര മണിക്ക് എണീക്കണം, അവരെത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, അടുത്ത കൃത്യസമയത്ത് അവർക്ക് ചായ കൊടുക്കണം, അത് കഴിഞ്ഞ് വീണ്ടും വൈകിട്ടുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെ അവർക്ക് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് കെയറർ ജോലി എന്ന് പറയുന്നത്. ഇനി ഇവർ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചോ, ഇപ്പം നേഴ്സസ് ആണെങ്കിൽ നമുക്ക് വില്ലിങ് ആണ്, നമ്മൾ സീനിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ കെയറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ കെയറേഴ്സിന് കുറച്ചുകൂടെ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും, ഈ ഒരു കുറേ ആൾക്കാർ തമ്മിൽ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു വാർഡ് കാണും. ആ വാർഡിൻ്റെ കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്യാനും പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാനുമായിട്ടൊരു സീനിയർ കെയർ കാണും. അവർ അങ്ങനെ ഒരു ജോലിയിൽ കൂടെ കയറാനുള്ളൊരു അവസരം കൂടെ ഉണ്ട് ഈ UG സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സുകൾ കഴിഞ്ഞവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു ഐഡിയ. അതായത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലിക്ക് ഉള്ള ഒരു സാധ്യത. അപ്പോൾ ആരെങ്കിലും ഇത്രയും അങ്ങനെ യൂറോപ്പിലോട്ട് ചേക്കേറാൻ താല്പര്യമുണ്ട്, ഇത്രത്തോളം നമ്മൾ പഠിച്ചിട്ടൊന്നും ആയില്ല, എനിക്കിനി ഒരു സ്കോപ്പും ഇല്ല, ദൈവമേ നീ എന്ത് ചെയ്യും, നമുക്കിനി അങ്ങനെ ഒരു സ്വപ്നം മാത്രമാണോ, ഇപ്പോൾ ഒരുപാട് ലക്ഷങ്ങളൊന്നും കൊടുത്ത് ഇപ്പം 60-70 ലക്ഷം വരെ ആവുന്നുണ്ട് ഒരു കോഴ്സ് പഠിച്ചിട്ട് വേറെ രാജ്യത്തിലോട്ട് കയറാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷമം. എന്തൊക്കെ ആയിരുന്നാലും ഇതിനൊരു നെഗറ്റീവ് വശം കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. ഞാനിപ്പോൾ ഈ ഇടക്കാലത്തൊരു എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന, ഞാനിപ്പോൾ പോകുന്ന കെയർ ഹോമിൽ തന്നെ ഒരു കുട്ടി അവിടെ വന്നതാണ്. ഇപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടവരുടെ ട്രെയിനിങ് വന്നപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഏകദേശം 10-നടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് തന്നെ ഈ ഒരു കോഴ്സിന് വേണ്ടി, അതായത് 1 ഇയർ കോഴ്സിന് വേണ്ടിയിട്ട് ചിലവുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം ആദ്യം ഒരു മുതൽ മുടക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിഷമിക്കേണ്ട ആവശ്യം. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് എവിടെ ഒരു കോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ജോലി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ഏണിങ് കണ്ടെത്താനും പറ്റും. അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന അതേ സാലറി അവർക്കും കണ്ടെത്താൻ പറ്റും.
അപ്പോൾ അത് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് പഠനവും നടക്കും, ജോലിയും ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എനിക്കിത് വേണ്ട, എനിക്ക് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിലോട്ട് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നാലുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു UK-യിലൊക്കെ ഒരു കോഴ്സ് എടുത്ത് പോകണമെങ്കിൽ നമ്മൾ 60-70 ലക്ഷം രൂപയൊക്കെ കണ്ടെത്തണം, അല്ലെങ്കിൽ അത് ഷോമണിയായിട്ട് കാണിക്കണം എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇവിടെയും കോഴ്സിന് വേണ്ടി വരുമ്പോൾ അക്കൗണ്ടിൽ കുറച്ച് ഷോമണിയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ശരിക്കും നല്ലൊരു ഏജൻസിയെ കണ്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനുള്ള ഗൈഡൻസ് ഒക്കെ തരും. പിന്നെ ചില സമയത്ത് നമ്മളിപ്പോൾ ഓടിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വേണ്ടി കയറി പിറ്റേ ദിവസം തന്നെ നമുക്കൊരു പാർട്ട് ടൈം കിട്ടണം എന്നില്ല. ചില സമയങ്ങളിൽ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ വാക്കൻസി കുറവാണ്, ഷെഡ്യൂളൊക്കെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ചിലപ്പോൾ വെറുതെ നിൽക്കേണ്ടി വരും. പാർട്ട് ടൈം ജോബൊന്നും കിട്ടാതെ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നാളത്തെ ചിലവിനുള്ള പൈസ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുത്തിയായി ചിലവാക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് വശവും ഒരു നെഗറ്റീവ് വശവും ഉണ്ട്. നമ്മളത് വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നത്. നമുക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നിനെയും ആലോചിച്ച് വിഷമിച്ച് എനിക്കൊന്നും അവസരം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. യൂറോപ്പ് ഇപ്പോഴും നിങ്ങളെ മുന്നിൽ തുറന്നു തന്നെയാണ് ഇരിക്കണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു അവസരം മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ മാൾട്ടയിലും കെയർ അസിസ്റ്റന്റ് ജോലിക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട്. കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇനി നേഴ്സാവട്ടെ, ഇതിപ്പോൾ സാധാരണ ഒരു +2 ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി വേണം, ഒരു അത്യാവശ്യം ശമ്പളമുള്ള യൂറോപ്പിൽ തന്നെ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കെയർ അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ കെയർ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. ഇപ്പോഴും ഇവിടെ അവസരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി.